സത്യം ചെയ്തു ഇനി അങ്ങനെ വിളിക്കില്ല, അവർ വൈകിട്ട് തൊട്ട് സത്യം ചെയ്തു ഇനി ഞാൻ അങ്ങനെ വിളിക്കില്ല എന്നൊക്കെ സത്യം ചെയ്തു എന്ന് പറഞ്ഞല്ലോ. പിന്നെയും എന്തിനാ വിളിക്കുന്നത്? ഏത് ഭാര്യ സഹിക്കും? നിങ്ങൾ പ്രേമിച്ച കല്യാണം കഴിച്ച ആൾക്കാരല്ലേ. ഏത് ഭാര്യ ഇപ്പൊ നിങ്ങൾക്ക് അടിച്ചിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയില്ല, സത്യമാണ് അടിച്ചിട്ടുണ്ട്. കാരണം സംസാരം ആ രീതിയിലാണ്, ഇല്ലാത്തത് ചോദിച്ചു വാങ്ങുമായിരുന്നു. ശരിയാണോ? അതങ്ങനെ ചെയ്യുന്നത് ശരിയാണ്. അടിക്കാൻ ഭർത്താവിനെ അടിക്കാൻ എന്താ റൈറ്റ്? റൈറ്റ് ഇല്ല. ഭർത്താവിന് ഭാര്യ അടിക്കാൻ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ തിരിച്ച്. ഞാൻ ചോദിക്കുന്നില്ല, അവിടെ ഇരിക്കട്ടെ. ഭർത്താവ് നിങ്ങളിപ്പോ ധൈര്യമായിട്ടാണല്ലോ ഇവിടെ നിന്ന് പറഞ്ഞത്. ഭർത്താവിന് ഭാര്യ അടിക്കാൻ എന്താ റൈറ്റ്? നിങ്ങൾക്ക് അറിയാം അങ്ങനെ റൈറ്റിലുണ്ടോ ഭർത്താവ് ഭാര്യ? അങ്ങനെ റൈറ്റ് അല്ല സാർ, പിന്നെ അത് ഒരു ഇതിലുള്ളതാണ് ഏകദേശം അങ്ങനെ കുടുംബത്തിലൊന്നുമില്ല. അങ്ങനെ കുടുംബത്തിലില്ല എന്ന് മാത്രമല്ല, ഒഫൻസുമാണ്. ഭർത്താവിന് ഭാര്യ അടിക്കാൻ തൻ്റെ അടുത്ത് അവിടെ നിന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ നിങ്ങൾ പറഞ്ഞ കാര്യം പറഞ്ഞത് അങ്ങനെ ചെയ്തു സമ്മതിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജയിലിൽ കിടക്കാൻ നിങ്ങൾ അർഹനാണ്. ആ നിലയിൽ അവർ കേസ് കൊടുക്കുകയാണ്. എന്താ ഒരു ഭാര്യ ഇട്ടിങ്ങനെ അടിക്കുന്നത്? എന്ത് വിചാരിച്ചടിക്കും നിങ്ങൾ? മാഡം ഭാര്യ ഭർത്ത ബന്ധം കാലത്ത് അതൊക്കെ ആൾക്കാർ സമ്മതിച്ചാണ്. പടാർന്ന് അടിക്കുന്ന പെണ്ണും അങ്ങനെ അടിക്കോ? നിങ്ങൾ കുറെ അടിക്കുമ്പോ തിരിച്ചു വന്ന് മൂക്കൊക്കെ ചോര വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ ഡോക്ടർമാർ തന്നെ സാക്ഷിയാണല്ലോ ഇതിന്. നിങ്ങൾ അടിച്ചു, അതിനുള്ളിൽ സ്കൂട്ടറിൽ നിന്ന് തള്ളിയിടാൻ നോക്കി, ഇങ്ങനെയൊക്കെ പല ഇതെന്തായി ഇത്? അതൊക്കെ ഭർത്താവ് ഭാര്യ എന്നാണെങ്കിലും നിങ്ങളൊരു വ്യക്തി, അവരൊരു വ്യക്തി. നിങ്ങൾക്ക് എങ്ങനെ അടിക്കാനൊക്കെ ഒരാളെ? അത് ഒരിക്കലും സമ്മതിക്കാനൊക്കാത്ത ഒരു കാര്യമാണ്. ഇഷ്ടമല്ലയോ വിട്ടിൽ പോണം. എന്തിനാ അടിക്കുന്നത്? ഇഷ്ടമുള്ളതുകൊണ്ടാണ്, തിരുന്തി വരാൻ വേണ്ടിയാണ് അടിക്കുന്നത്. അപ്പൊ നിങ്ങൾ എത്ര അടി അടിച്ചിരിക്കണം? നിങ്ങൾ അടിക്കുമ്പോ തിരിഞ്ഞൊരു അടി ഉപദ്രവിച്ചിട്ടുള്ളത് എന്ത് കാര്യത്തിനാണ് ഉപദ്രവിച്ചിട്ടുള്ളത്? മാഡം ഒന്നുകിൽ അപ്പുറത്തെ ഇപ്പുറത്തെ വീടുകളിൽ ചെന്ന് ഫോൺ ചെയ്യുക. ഫോൺ ചെയ്യുന്നത് തെറ്റാണോ? അങ്ങനെ ധൈര്യമായിട്ട് അവനവന്റെ മൊബൈൽ എടുത്ത് വിളിക്കാമല്ലോ. ആരെയാണ് ഫോൺ ചെയ്യുന്നത്? പുറത്ത് വിളിച്ചതിനെ എന്റെ മൊബൈലിൽ വിളിക്കാമല്ലോ. അവർക്ക് എന്താ മൊബൈൽ വാങ്ങിച്ചു കൊടുത്താൽ അവരെ മൊബൈലില്ലേ? അതിന്റെ ആവശ്യമില്ല സാർ. വീട്ടിൽ ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു, വിളിക്കാറുണ്ടല്ലോ. അടുത്ത വീട്ടിൽ വിളിച്ചിട്ട് അവരെ ഇടത്തേനും ഫോൺ വാങ്ങിച്ച് വിളിക്കുക. ഇവര് പോയി കഴിഞ്ഞപ്പോ അവരൊക്കെ ഈ കഥകൾ നമ്മളെ അടുത്താണ് പറയുന്നത്. തിരിച്ച് ആരെയാണ് അവർ വിളിച്ചോണ്ടിരുന്നത്? അമ്മ അത് നേരത്തെ വിളിച്ചു. അതിന് ഈ വിളിക്കേണ്ട കാര്യം എന്താണ്? വിളിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾ ചോദിക്കാൻ പാടില്ല. സ്ട്രേറ്റ് വിളിച്ചുകൂടെ? എനിക്ക് രണ്ട് സിം. നിങ്ങൾ അടിക്കാം. അനിയത്തിയോട് സംസാരിച്ചാൽ നിങ്ങൾ അടിക്കും, നിങ്ങൾ അവരെ അടിക്കും. അതല്ലേ അവർ പറയുന്നത്. നിങ്ങളെ ഭയന്നിട്ടായിരിക്കും അവർ അടുത്ത വീട്ടിൽ പോയി വിളിക്കുന്നത്. സ്വന്തം അമ്മയായിട്ട് സുഹൃത്തിൽ അല്ലെങ്കിൽ പോലും സ്വന്തം അമ്മയുള്ളപ്പോൾ സ്വന്തം അമ്മയെ തള്ളി പറഞ്ഞ് ഇത് ചിറ്റയാണെന്നോ മറ്റൊരു സ്ത്രീയാണെന്നോ പറയുക എന്ന് പറയുമ്പോൾ ആ മകനെ എന്തോ പറയണം. അല്ല, നിങ്ങളെന്താ പേര് മാറ്റി മാറ്റി പറഞ്ഞ്? കല്യാണ രജിസ്റ്ററൊക്കെ ജയപ്രകാശ്, പിന്നെ പ്രകാശ്. എന്തിനാ നിങ്ങളുടെ സ്വന്തം പേര് ജയപ്രകാശ് എന്നാണോ പ്രകാശ് എന്നാണോ? വീട്ടിലിട്ട പ്രകാശ് എന്നാണ്. പിന്നീട് ലൈസൻസ് എടുക്കുന്ന സമയത്തൊക്കെ അത് പ്രകാശ് എന്നുള്ള തിരുത്തി ജയപ്രകാശ് എന്നാക്കി. ലൈസൻസ് എടുക്കുമ്പോ എങ്ങനെ തിരുത്തി? ഏത് സ്കൂളിൽ ചേർത്തപ്പോ ഏത് പേരിട്ട്? പ്രകാശ് എന്ന്. പ്രകാശ് എന്ന്. പിന്നെ എങ്ങനെ തിരുത്തുന്നത്? ലൈസൻസ് തിരുത്താൻ എന്ന് പറഞ്ഞാൽ മാഡം, എനിക്ക് ആദ്യം കിട്ടിയ വോട്ടേഴ്സ് ലിസ്റ്റിൽ എൻ്റെ പേര് മാറിയാണ് വന്നത്. അതിൻ്റെ കോപ്പിയായിരുന്നു അന്ന് ലൈസൻസിന് കൊടുത്തിരുന്നത്. രണ്ടാമതാണ് അത് തിരുത്തണം. അത് ആ പഴയ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിച്ച് അറിയാൻ പറ്റും. 97 ഞാൻ ആദ്യത്തെ SSLC ബുക്കിൽ എന്താ പേര്? പ്രകാശ്. പുള്ളിയുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ ഇനീഷ്യൽ ചെയ്തിരിക്കുന്ന ആറാണ്. ആർ ജയപ്രകാശ്. കായംകുളം അഡ്രസ്സാണ്. 1968 മറ്റേ എന്തായാലും ഇങ്ങേർക്ക് പ്രായപൂർത്തി ആവുന്നതിന് മുൻപേ എടുത്ത ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒരു കോപ്പി, ഒരു പതിപ്പ് മാത്രമാണ് ഇങ്ങേരുടെ കയ്യിലുള്ളത്. അത് ഇങ്ങേരുടേതല്ലാന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. ഇങ്ങേർക്ക് ആ സമയത്ത് 15 ഒരു രൂപരേഖ മാത്രമേ ഉള്ളൂ അതിൽ, സ്കെച്ചാണത്. പിന്നെ ഇങ്ങേർക്ക് 15 വയസ്സുള്ളപ്പോൾ എടുത്ത ഒരു ഡ്രൈവിംഗ് ലൈസൻസ്. 15 മാഡം 17 വയസ്സ് കഴിഞ്ഞു. 18 വയസ്സ് ലൈസൻസ് കിട്ടത്തില്ല രാജ്യത്ത്. പിന്നെ നിങ്ങൾക്ക് മാത്രമേ 17 വയസ്സ് ലൈസൻസ് കിട്ടുന്നത്? ഇല്ല സാർ, 18 തന്നെയാണ്. 17 കഴിഞ്ഞ് 18 തുടങ്ങിയതിന് ശേഷമാണ് ലൈസൻസ് എടുത്തത്. 18 പറഞ്ഞാൽ പോരെ? 17 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 17 കഴിഞ്ഞിട്ടാണ്. അല്ല, അവര് 16 കഴിഞ്ഞിട്ടുണ്ട്. അതല്ല, ഈ രജിസ്റ്റർ കല്യാണ സമയത്ത് എന്തിനാ ഒരു കള്ള അഡ്രസ് കൊടുത്തത്? നിങ്ങളുടെ സ്വന്തം അഡ്രസ് അല്ലല്ലോ കൊടുത്തത്. ആണല്ലോ. വേറെ അല്ല, കക്കാപുരയ്ക്കൽ വീട് എന്നുള്ളത്. കക്കാപുരയ്ക്കൽ വീട് എന്നുള്ളത് ഇങ്ങയുടെ വീട്ടുപേര് കുന്നിലവിള വീടാണ്. പിന്നെന്താ കക്കാമ്പുരത്തെ വീട് ആരാ? അത് ഇവിടെ വന്ന് വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ താമസിക്കാനുള്ള അടുത്ത സ്ഥലമായിരുന്നു. അത് ആരുടെ വീടായിരുന്നു? സുഹൃത്തിന്റെ അഡ്രസ്സായിരുന്നു.
സ്വന്തം വീടുള്ളപ്പോൾ സുഹൃത്തിൻ്റെ വീട്ടിൽ സ്വന്തം വീട്ടിൽ കയറ്റും എന്നുള്ള വിശ്വാസം ഇല്ലായിരുന്നു. ഇല്ല. ആ അപ്പോൾ അത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് 8 കൊല്ലം ഓടിപ്പോയത്. അങ്ങനല്ല മാഡം, പറയാൻ പാടില്ല എങ്കിലും പറയാണ്. ഞങ്ങൾ 2 കാസ്റ്റാണ്. ആ അവർ SNDP NSS ആയിരുന്നു. എനിക്ക് ആ ഡിവൈഡ് ഇല്ല. എങ്കിലും ഞങ്ങൾ പഴയ കുടുംബമാണ്. അപ്പോൾ പെട്ടെന്നൊന്നും ആരും അടുത്ത് വന്നൊന്നും വരില്ല. അല്ല, അതൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ കെട്ടിയത്? ആണ്, അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് അതായിരിക്കാം കെട്ടിയത്. എനിക്ക് അതിൽ വിഷയമില്ല. പിന്നെ അതിന്റെ അത് അല്ല, ഞാൻ പറഞ്ഞ അന്ന് അതുകൊണ്ടായിരുന്നു. എന്തെങ്കിലും കാരണവശാൽ ഈ സർട്ടിഫിക്കറ്റ് എങ്ങനെ വീട്ടിലെത്തിയ പ്രശ്നമാവും. അപ്പോൾ ജ്യോതിയോട് പറയണമല്ലോ നിങ്ങൾ. പൂർണ്ണമായിട്ടും പറഞ്ഞ് വീടുമായിട്ട് സെറ്റിലായി ഞങ്ങൾ 3 വർഷത്തോളം ഒന്നിച്ച് ഈ വീട്ടിൽ താമസിക്കുകയും ചെയ്തു. 3 വർഷത്തിൽ കൂടുതൽ. അതിന്റെ ഒരുപാട് കഴിഞ്ഞിട്ടല്ലേ. ഇവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? അന്നൊന്നും ഇവർക്ക് ഇവിടെ പോകണമെന്നോ ഇവിടെ നിൽക്കാൻ പറ്റൂല എന്നോ ഒന്നും പറഞ്ഞില്ല. അല്ലാതെ അത് എന്നാ ഉണ്ടായത്, എന്തുകൊണ്ടുണ്ടായി? എനിക്കറിയില്ല, അത് അവർക്ക് തന്നെ അറിയാം. എന്തുകൊണ്ടാണ് പോകാനുള്ള കാര്യം എന്നുള്ളത് അവർക്ക് തന്നെയാണ് അറിയാം. നിങ്ങൾ അന്വേഷിച്ചിട്ടോ സംസാരിച്ചു? എനിക്ക് ആകെ കിട്ടിയ ഒരു ലെറ്ററാണ്. അതിനുശേഷം ഞാൻ വിളിച്ചിട്ടില്ല. അല്ല, 2 പ്രാവശ്യം വിളിച്ചു, അവരെടുത്തില്ല. അത് കഴിഞ്ഞ് വനിതാ കമ്മീഷനിൽ 2 സിറ്റിങ്, കെൽസയിൽ 1 സിറ്റിങ്. അന്ന് ഇവർ ഒരു അപേക്ഷ കൊടുത്തിരുന്നു, എനിക്ക് എൻ്റെ ഭർത്താവുമായിട്ട് ഒന്നിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായി തരണം. എന്നിട്ട് അവിടെ വന്നിട്ട് അവർ പറഞ്ഞു, ഞാൻ ഇവിടെ ട്രിവാൻഡ്രം വൈൻഡപ്പ് ചെയ്ത് ഇവരുടെ നാട്ടിൽ പോയി വീട്ടിൽ പോയി താമസിക്കണം. അതെനിക്ക് പറ്റില്ല. പക്ഷെ അവിടെ കുറേ നാൾ താമസിച്ചല്ലേ നിങ്ങൾ? അവിടെ നേരത്തെ താമസിച്ചിരുന്നു. അവിടെ 1-2 വിഷയങ്ങളാണ്. അങ്ങനെ താമസിച്ചുള്ള അണ്ടർസ്റ്റാൻഡിംഗ് കല്യാണം ഒരു അണ്ടർസ്റ്റാൻഡും ഇല്ല സാർ. അങ്ങനെ ഒരു എഗ്രിമെന്റ് എൻ്റെ കല്യാണ ലെറ്ററിലോ കല്യാണ സർട്ടിഫിക്കറ്റിലോ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡും ഇല്ല. അന്ന് താമസിച്ചിരുന്ന അവിടെ ആയതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റിൽ കല്യാണം കഴിഞ്ഞ് വാടകയ്ക്ക് താമസിക്കുന്ന എറണാകുളത്തായിരുന്നു, പാലാരിവട്ടത്ത്. അത് കഴിഞ്ഞ് തമ്മനത്ത് വന്നു. അതും കഴിഞ്ഞാണ് അവിടെ വാടക കൂടുതൽ കുറവായപ്പോൾ ഇയാളുടെ അനിയത്തിയുടെ കല്യാണമായി. അന്ന് വീട് തരാം, 50,000 രൂപയുടെ ലോൺ അവരെടുക്കും, അത് അടച്ചാൽ മതി, വീട് സ്ഥലവും കുടുംബ വീട് സ്ഥലവും ഞങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ് അവർ തന്നെ ഇവർക്ക് കൊടുത്ത ഒരു 5 പവൻ്റെ സ്വർണ്ണം. അല്ലെങ്കിൽ വീട് വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടു? അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഇവരുടെ മാമൻ്റെ വീട് പാതിരപ്പള്ളിയിൽ, ഞാൻ ഏറ്റവും കൂടുതൽ ഇവരുടെ കുടുംബത്തിൽ ഒരുവിധം ഡീസൻ്റ് എന്ന് തോന്നുന്ന ഇവരുടെ ഒരു ബ്രദറുണ്ട്, ബിജു എന്ന് പറഞ്ഞിട്ട്. അയാള് വീട്ടിൽ അല്ലാത്തത് അങ്ങനെയല്ല പറഞ്ഞത്. അയാള് കാര്യങ്ങൾ സ്ട്രെയിറ്റ് ആണ് ഉള്ളത്. നമ്മളെ തെറ്റാണെങ്കിൽ അവരുടെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരിയുണ്ട്, മറ്റാരെങ്കിലും ഉണ്ടോ? ഇവരാരും നേരിട്ട് പറഞ്ഞില്ല. അവരെ വിളിച്ചു വരുത്തി. അല്ല, പുള്ളി ഒരു കാര്യമുണ്ട് മാഡം, ഇവര് ഇപ്പൊ പറഞ്ഞിട്ട് പിന്നീട് അത് മാറ്റി പറയും. അല്ല പ്രകാശേ, അവർ എന്താ ഡീസന്റ് അല്ലാന്ന് നിങ്ങൾക്ക് തോന്നാൻ കാര്യം? ഡീസന്റ് അല്ല എന്ന് പറയാൻ കാരണം ഇങ്ങനെ വിളിച്ചിരുത്തി സംസാരിച്ചിട്ട് 13 അവധിക്ക് ഞാൻ പൈസ എടുത്തു. അല്ല, കല്യാണത്തിന് മുമ്പേ തോന്നിയില്ലേ അവർ ഡീസന്റ് അല്ല, ചീത്ത ആളുകളാണെന്ന് തോന്നിയോ? അല്ല, അതിപ്പോ ഒരു മനുഷ്യരെ കാണുമ്പോൾ അറിയാൻ പറ്റും.